അവരെ ട്രെയിനിൽ വെച്ച് കണ്ടു, കാസർഗോഡ് മംഗലാപുരം ഭാഗത്തേക്ക് പോകുമ്പോൾ. അപ്പം ഞാൻ തങ്ങളോടൊരു കാര്യം ചോദിച്ചു, വേറെ ആരുമില്ല, തങ്ങൾ എപ്പോഴും ഈ വലിയ ആലോചനകൾ മാത്രം നടത്തുന്നതിൻ്റെ കാരണം എന്താണ്? തങ്ങൾ ചെറുതാലോചിക്കൂല. നമ്മൾ വിചാരിക്കും 2 JRF കിട്ടണം നമ്മുടെ സ്റ്റുഡൻസിന്, അങ്ങനെയല്ല വിചാരിക്കുക. തങ്ങളോട് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ ചോദിച്ചാൽ പറയും മഅ്ദിനിലെ ഒരു മോൻ നാളെ നോബൽ സമ്മാനം നേടണം, അങ്ങനെ വിചാരിക്കുക. ഡേവിഡ് സ്കോട്ട്സിൻ്റെ ദ മാജിക് ഓഫ് തിങ്കിങ് എന്ന പുസ്തകത്തിൻ്റെ ജീവിക്കുന്ന രൂപമാണ്, അല്ലെങ്കിൽ ജീവിച്ച് കാണിച്ചു തരുന്ന ആശയമാണ് ബദറു സാദാത്ത് തങ്ങളവർകൾ. അപ്പോൾ തങ്ങളോട് അങ്ങനെ പറഞ്ഞപ്പോൾ തങ്ങൾ ആദ്യം ഒന്ന് ചിരിച്ചു. തങ്ങൾ എന്ത് ഈ വലിയ ആലോചനകൾ, മഅ്ദിനിൻ്റെ എല്ലാ പദ്ധതികളും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ചെറുതല്ല വലുതുണ്ടാവുക, വലുത്. അപ്പോൾ തങ്ങൾ അതിന് പറഞ്ഞത്, തങ്ങൾ പറയാം, എൻ്റെ ചെറിയ കാലത്ത് ചെറുപ്പത്തിൽ ഇമാം നവവി റഹിമഹുള്ളയുടെ ശർഹ് മുഹദ്ദബ് മുത്താല ചെയ്യുമ്പോൾ ഇൽമിൻ്റെ അഹ്ലുകാർ എപ്പോഴും ഉലുവുൽ ഹിമ്മത്തിൻ്റെ ആളാവണം, വലിയ ചിന്തയും സ്ട്രോങ് ഡിസിഷൻ്റെയും വലിയ ആലോചനയുടെയും ആൾക്കാരാവണം എന്ന ആ വാക്കാണ് എന്നെ ഇത്രമേൽ പിടിച്ചു കുലുക്കിയത്. വലുത് ആലോചിക്കണമെന്ന് ചിന്തിച്ചത്, തോൽക്കരുത്, ജയിക്കണമെന്ന് പഠിപ്പിച്ചത്. തങ്ങളുടെ ജീവിതം തന്നെ നിങ്ങൾ കൂടുതൽ വായിച്ചാൽ നമുക്കത് ബോധ്യമാവും. ഞാൻ അന്ന് തന്നെ തങ്ങളുടെ അടുത്ത് നിന്നും എല്ലാ പെർമിഷൻ എടുക്കുകയും ചെയ്തിന്. തങ്ങൾ ഇത് ഞാൻ മുത്താലിങ്ങളോടും കൂട്ടുകാരോടൊക്കെ പറയട്ടോ, അത് നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. വേറെ ഏത് വായിക്കുന്നതിനേക്കാളും നമ്മുടെ സുൽത്താനുൽ ഉസ്താദ്, നമ്മുടെ ബദറു സാദാത്ത് തങ്ങൾ ഉസ്താദ്, അവരെ തന്നെ ജീവിതം പഠിച്ചാൽ നമുക്ക് ഏറ്റവും വലിയ മോട്ടിവേഷനാണ്.